ഈ മുആമലാത്ത് ആണല്ലോ ശരിക്ക് പെരുമാറ്റം. അദ്ദേഹം തന്നെ സംസാരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ശരിക്കും ഈ പെരുമാറ്റത്തിൻ്റെ ഒരു കെമിസ്ട്രി ഉണ്ട്. നമ്മുടെ ഗസാലി റഹിമഹുല്ല അദ്ദേഹം കീമിയ ഉസ്സആദ, സൗഭാഗ്യത്തിൻ്റെ കെമിസ്ട്രി എന്ന വിഷയത്തെ അധികരിച്ച് വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ പെരുമാറ്റത്തിൻ്റെയും ഒരു കീമിയ ഉണ്ട്, കെമിസ്ട്രി. അത് ഖുർആൻ നമ്മൾ ഓതുമ്പോൾ, ഹദീസുകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങളോട് പെരുമാറുക എന്നുള്ളതാണല്ലോ വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ശരിക്ക് മുആമലത്തിനെ കുറിച്ച് പരിശോധിച്ചാൽ 3 തലങ്ങളുണ്ടത്. ഒന്ന് അള്ളാഹുവിനോടുള്ള നമ്മുടെ പെരുമാറ്റം. അതിവിടെ വന്ന വിഷയത്തിൽ വിശദമായി നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. രണ്ടാമത് നമ്മളോട് തന്നെയുള്ള നമ്മുടെ പെരുമാറ്റം. അത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിഗതമായ അച്ചടക്കവുമായി ബന്ധപ്പെട്ട, പേഴ്സണൽ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മൂന്നാമത്തേത് ജനങ്ങളോടുമായുള്ള നമ്മുടെ പെരുമാറ്റം. അതാണ് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അതിൽ പറയാനുള്ളത് ഇടകലർന്ന ജീവിതം, സഹവാസം, സഹവർത്തിത്വം, അങ്ങനെ കൂടി കഴിയുന്നവരാണ് മനുഷ്യർ. റസൂലുള്ളാഹി അതിനെ പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്, അൽ മുഅ്മിൻ അല്ലദീ ലാ യുഖാലിത്തുന്നാസ്, അൽ മുഅ്മിനു അല്ലദീ യുഖാലിത്തുന്നാസ ഫയസ്ബിറു അലാ അദാഹും ഖൈറും മിനൽ മുഅ്മിനി അല്ലദീ ലാ യുഖാലിത്തുന്നാസ വലാ യസ്ബിറു അലാ അദാഹും. എല്ലാവർക്കും മനപ്പാടമുള്ള ഹദീസാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ കൂടെ ഒരാളായി ഇടകലർന്ന് ജീവിച്ച് അവരുമായി പെരുമാറി അങ്ങനെ അവരിൽ നിന്ന് അനുഭവിക്കുന്ന തിക്താനുഭവങ്ങളിൽ ക്ഷമയവലംബിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു വിശ്വാസിയാണ് പഠിച്ചവന് ഏറ്റവും ഇഷ്ടം. അവനാണ് ഉത്തമൻ എന്നാണ് പറയുന്നത്, ഇങ്ങനെ ചെയ്യാത്ത ഒരാളോട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ പെരുമാറ്റത്തിൽ ഒന്നാമതായി എനിക്ക് തോന്നുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാളോട് നമ്മൾ ഇടപഴകുമ്പോൾ അയാളോടുള്ള സംസാരത്തിലുള്ള ശ്രദ്ധയാണ് നമ്മൾ പുലർത്തേണ്ടത്. ഖൗല്, നമ്മുടെ വാക്കുകൾ നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉരിയാടണം, ഉച്ചരിക്കണം എന്നുള്ളതാണ്. ഖൗലിൻ്റെ വിശേഷണമായി വിശുദ്ധ ഖുർആനിൽ 3 വിശേഷണങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന് ഖൗലുൻ സദീദ്, മറ്റൊന്ന് ഖൗലുൻ ലയ്യൻ, മറ്റൊന്ന് ഖൗലുൻ കരീം. അപ്പോൾ നമ്മുടെ വാക്കുകൾ ഒന്ന് ഖൗലുൻ സദീദ്, നമ്മളൊക്കെ ജുമാക്കൊക്കെ ഓതുന്ന ആയത്താണ് സൂറ അഹ്സാബിൻ്റെ അവസാന ഭാഗം, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദ. ഈ ഖൗലുൻ സദീദ് കൊണ്ട് 3 ബെനിഫിറ്റ് അല്ലാഹ് നമ്മൾക്ക് തരാമെന്ന് പറയുന്നുണ്ട്. ഒന്നെന്താണ്? യുസ്ലിഹ് ലക്കും അഅമാലക്കും, നമ്മുടെ അമലുകൾ അള്ളാഹു നന്നാക്കി തരുന്നതാണ്. നമ്മുടെ അമലുകൾ ദൈവികമായ ഒരു ഇടപെടൽ നമ്മുടെ വാക്ക് നമ്മൾ നന്നാക്കിയാൽ ഉണ്ടാകുമെന്ന്. ഒന്നാമത്തേതാണ് യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ പഠിച്ചവൻ പുറത്തു തരും. അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള ബെനിഫിറ്റുകൾ നമ്മുടെ വാക്കുകൾ നന്നാക്കിയാൽ വരെ ഉണ്ടാകുന്നു. ഖൗലുൽ ലയ്യിൻ എന്നുള്ളത് ശരിക്ക് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഫിറൗൻ്റെ അരികിലേക്ക് പോയപ്പോൾ അള്ളാഹ് പറഞ്ഞത് എങ്ങനെ പറയണം? മൃദുവായി. അൽ മുഅ്മിനു ലയ്യിനുൻ എന്ന് പറയുന്ന ഹദീസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പം മൃദുത്വം സ്വഭാവത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും ഇടപഴകലുകളിലും ഒക്കെ സ്വീകരിക്കേണ്ടവനാണ് വിശ്വാസി. നിങ്ങൾ ലയ്യനായ വാക്ക് പറയണമെന്നാണ്. മറ്റൊരാളോട് നമ്മൾ ഉപദേശിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും അങ്ങനെ നമ്മുടെ ഉപദേശം മറ്റൊരു കേൾക്കണ്ടേ? അതിന് അയാളോട് വർത്താനം പറയുകയാണെങ്കിൽ ഏതായാലും നമുക്ക് മുഷിയേണ്ടി വരില്ല എന്ന ഒരു ധാരണ അത് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് ഉണ്ടാകണം. ചിലർ പറയുന്നു അയാളുടെ സംസാരം സംഗീതം ആസ്വദിക്കുന്ന പോലെ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നു. അങ്ങനെയൊന്നും വേണ്ട, ജനങ്ങളെ മുഷിപ്പിക്കാതിരുന്നാൽ മതി. അത് ഖൗലുൻ സദീദായാലും ഖൗലുൻ ലയ്യിനായാലും നമുക്ക് കഴിയുന്നതാണ്. പിന്നെ നോക്കും, കരീം എന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത് ആരോടുള്ള സംസാരത്തിലാണെന്നോ? മാതാപിതാക്കളോട് സംസാരിക്കുന്ന കാര്യത്തിൽ അവരോട് ആദരവ്, ബഹുമാനം, അത് കരീം, കറാമത്ത്. ഈ സൂറ ഇസ്രായേൽ പറയുന്നുണ്ടല്ലോ, എവിടെയായിരുന്നത്?
ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. അവരെ ആദരിച്ച് ബഹുമാനിച്ച് മനസ്സിൽ അവരോടുള്ള എല്ലാ ബഹുമാനാദരവുകളും വെച്ചുകൊണ്ടാകണം നമ്മുടെ വാക്ക്, നമ്മുടെ വായിൽ നിന്ന് പറയേണ്ടതെന്നാണ്. ഖുർആനിൽ കരീം എന്നൊരു വാക്ക് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് ഈ സംസാരത്തിലല്ലാതെ വേറെ എവിടെയും പറഞ്ഞിട്ടില്ല എന്നാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്, സംസാരത്തിൻ്റെ കാര്യം, വാക്ക്, സംബോധന ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. മാന്യമായ സംബോധനയാകണം ആളുകളോട് സംസാരിക്കുമ്പോൾ. ഖുർആൻ്റെ നോക്കൂ നിങ്ങൾ, യാ അയ്യുഹന്നാസ്, യാ അയ്യുഹല്ലദീന ആമനു, യാ അഹ്ലൽ കിതാബ്, യാ അയ്യുഹൽ കാഫിറൂൻ, അങ്ങനെയുള്ള ഈ സംബോധന. ഇനി നോക്കൂ, പ്രവാചകന്മാരെ വിളിച്ചപ്പോഴും ആദം നബിനെ യാ ആദം എന്ന് വിളിച്ചിട്ടുണ്ട് അല്ലേ, പേര് വിളിച്ചിട്ടുണ്ട്. യാ ആദമുസ്കുൻ അൻത വസൗജുകൽ ജന്ന. അത് നിങ്ങൾ പരിശോധിച്ചാൽ മതി, അങ്ങനെ ആദമിനെ എത്ര പ്രാവശ്യം പേരെടുത്ത് ഖുർആനിൽ വിളിച്ചിട്ടുണ്ട് എന്നുള്ളത്. നൂഹ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ തന്നെ യഹിയ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ടുണ്ട്, യാ യഹിയ ഖുദിൽ കിതാബ ബിഖുവ, യാ സഖരിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹിയ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോടുള്ള സ്നേഹം, ആദരവ് ഒക്കെ കാണിച്ചുകൊണ്ട് റസൂലിൻ്റെ പേര് വിളിച്ച് ഒരിക്കലും ഖുർആനിൽ സംബോധന ചെയ്തിട്ടില്ല എന്നാണ്. യാ മുഹമ്മദ് എന്ന് എവിടെയെങ്കിലും ഉണ്ടോ? ഖുർആനിൽ ആകെ 4 തവണേ റസൂലിൻ്റെ പേര് തന്നെ പരാമർശിച്ചിട്ടുള്ളൂ. പിന്നെന്താ പറയുന്നത്? യാ അയ്യുഹൻ നബി, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൽ മുസ്സമ്മിൽ. വിളിയിൽ എന്തുണ്ട്? അത് നമ്മൾ ശ്രദ്ധിക്കണം. പെരുമാറ്റത്തിൽ ആളുകളെ സംബോധന ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ്റെ ഈ ആയത്തുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇത് റിസർച്ച് നടത്തേണ്ട സംഗതിയാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇനി കൂടുതൽ പഠിച്ചാൽ മതി. ഞാൻ ചെറിയ സൂചനകൾ അങ്ങനെ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ പതിഞ്ഞ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളോട് പറഞ്ഞു എന്ന്. അതേപോലെ തന്നെ മക്കളെ വിളിക്കുമ്പോൾ എത്ര സ്നേഹത്തോടെയാണ് അള്ളാഹു വിളിക്കുന്നത്. അവർ വിളിക്കുന്ന കാര്യം ഖുർആനിൽ പറഞ്ഞത് യാ ബുനയ്യ അല്ലേ. കുഞ്ഞുമോനെ എന്ന് പറയുമ്പോൾ ആ മോനെ ബാപ്പാൻ്റെ വിട്ടാണോ അടുത്താണോ? ബാപ്പാൻ്റെ മടിയിൽ തല വെച്ച് കിടക്കുകയായിരിക്കും. അല്ലെങ്കിൽ ബാപ്പ ഇങ്ങനെ ചേർത്ത് വിളിച്ച പോലെ ആ വിളിയിൽ നിന്ന് തന്നെ നമുക്ക് തോന്നും യാ ബുനയ്യ. അങ്ങനെ ആ വിളി നമ്മുടെ മക്കളെ വിളിച്ച് നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം. അല്ലം യുവക്കിർ കബീറന എന്നൊന്നും വയന്നു പറയേണ്ട ആവശ്യമില്ല. അവരെന്ത് വിളിക്കും? യാ അബതി, വന്യപിതാവേ എന്ന വിളി ഇങ്ങോട്ട് നമുക്ക് തിരിച്ചു കിട്ടും. ഈ വിളികളെക്കുറിച്ചൊക്കെ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഈ സംബോധന ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആളുകളുടെ മുഖത്തൊക്കെ നോക്കി സംസാരിക്കുക. ആദ്യം കാണുമ്പോൾ എന്ത് ചെയ്യുക? സലാം പറയുക. തഹിയ്യ എന്നുള്ളത് ഖുർആൻ വളരെ പ്രാധാന്യപൂർവ്വം പറഞ്ഞൊരു സംഗതിയാണ്. തഹിയ്യ മുബാറക്ക ത്വയ്യിബ, അനുഗ്രഹീതമായൊരു അഭിവാദ്യ പ്രത്യഭിവാദ്യ രീതിയാണ് ഈ ലോകത്തിലേക്ക് അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത്, മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അത് നമ്മൾ ചേർത്ത് വെക്കണം. പിന്നെ മുസാഫഹ, ഹസ്തദാനം. നമ്മുടെ ഹസ്തം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുകയാണ്. അതാണ് കൊടുത്തളി, അതിന് കൂലിയുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ഇങ്ങനെ സലാം പറഞ്ഞ് കൈ പിടിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവൻ്റെ മലക്കുകളെ നിയോഗിക്കും. എന്തിനു വേണ്ടിയെന്നോ? കൈ നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന നേരം അത്രയും നമുക്ക് വേണ്ടി 2 മലക്കുകൾ അല്ലാഹുമ്മ ഗഫിർ ലഹുമാ വർഹംഹുമാ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന. റസൂൽ ആർക്കെങ്കിലും കൈ കൊടുക്കുകയാണെങ്കിൽ അവസാനമായി കൈ ഊരുന്ന ആളായിരുന്നു ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അതിനൊക്കെ നേരമുണ്ടോ? ഹലോ ഹായ് ബായ് എന്നിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കൈയൊക്കെ ഒന്ന് പിടിച്ചോളേ. അങ്ങനെ നമ്മുടെ പരസ്പരം എന്ത് ചെയ്യുക? മറ്റുള്ളവരെ അടുപ്പിച്ച് നിർത്തുക എന്നതിൻ്റെ ഭാഗമാണ്. കുറേ കാലം കഴിഞ്ഞിട്ട് ഒരാളെ കാണുകയാണെങ്കിൽ, റസൂൽ തന്നെ ഒരു യുദ്ധത്തിനോ വേറെന്തെങ്കിലുമൊക്കെ പോയി മദീനയിലേക്ക് വരികയാണെങ്കിൽ റസൂലുള്ളാഹിനെ സഹാബത്ത് സ്വീകരിച്ചിരുന്നത് മുആനക, മുസാഫഹയല്ല. എന്താണ് മുആനക? പരസ്പരം ആലിംഗനം ചെയ്തുകൊണ്ടാണ്. ഈ ആലിംഗനം ചെയ്യലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ മക്കളെ ഒന്ന് ആലിംഗനം ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ ഇങ്ങനെ ആലിംഗനം ചെയ്യുന്നൊരു രീതി ഉണ്ടാകണം. അപ്പോൾ പെരുമാറ്റത്തിൽ കുറച്ചും കൂടി പെരുമാറ്റം കളർഫുള്ളാകാൻ ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്.
അതേപോലെ തന്നെ ഇഷ്ടമുള്ള പേരുകൾ വിളിക്കാം. അതിന് ചില സന്ദർഭങ്ങളും സ്ഥലങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയെ റസൂൽ വിളിച്ച ഒരു പ്രയോഗം തന്നെ ഹദീസിൽ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകും. ആയിഷ നമ്മൾ എഴുതുമ്പോൾ താ മർബൂത്ത അവസാനമുണ്ട് അല്ലേ. ഫാത്തിമ എന്ന് എഴുതുമ്പോൾ എന്തുണ്ട്, താ ഉണ്ട്. പക്ഷെ വിളിക്കുമ്പോൾ എന്തേ വിളിക്കുള്ളൂ, യാ ആയിഷ. പക്ഷെ ആ താ കളഞ്ഞുകൊണ്ടുള്ളൊരു വിളി റസൂലുള്ള ആയിഷാനെ വിളിച്ച 2-3 സന്ദർഭങ്ങൾ ഹദീസുകൾ കാണാൻ കഴിയും. അപ്പം എന്താ വിളിക്കാന്നോ, യാ ആയിഷു. ആ ഷീനെ ലമ്മിട്ട് കൊണ്ട് തന്നെയാണ് യാ ആയിഷു. എന്താ, സ്നേഹത്തോടെ വിളിക്കാണ് ആയിഷോ നമ്മൾ വിളിക്കൂലേ. അപ്പോൾ അതും എന്താണ്, നമ്മുടെ മനസ്സിലേക്ക് ശരിക്ക് സംബോധന സംസാരം എന്നൊക്കെ ഒരാളുടെ മനസ്സിൻ്റെ കൂട്ടുകളെ താഴുകളെ തുറക്കാനുള്ള താക്കോലുകളായിക്കൊണ്ടാണ് ഖുർആനിൻ്റെ ഈ ആയത്തുകളിലൂടെയും ഹദീസുകളിലും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഗതി നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ സംസാരം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ശരീരഭാഷ. ശരീരഭാഷകളെക്കുറിച്ച് ഖുർആൻ ശരിക്ക് നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാകണമെന്ന് കൃത്യമായിട്ട് ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. നമുക്കറിയാലോ, ഞാൻ വിശദീകരിക്കുന്നില്ല. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരഭാഷയെ അള്ളാഹു വാനലോകത്ത് നിന്ന് 10 ആയത്തുകൾ അവതരിപ്പിച്ചുകൊണ്ട് ശരിയാക്കി. സംഭവം എല്ലാവർക്കും അറിയാലോ. അബ്ദുല്ലാഹ് ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. നബിയുടെ നെറ്റിയിൽ ചുളിവ് വീഴുന്നു. റസൂലിൻ്റെ നെറ്റിയിൽ വീണ ചുളിവ് നിവർത്താൻ അള്ളാഹു 10 ആയത്തുകളെയാണ് വാനലോകത്ത് നിന്ന് ഇറക്കിയത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, അതുമായി ബന്ധപ്പെട്ട ശരീരഭാഷകൾ പരാമർശിക്കുന്ന ആയത്തുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അറിയാം. അതും നിങ്ങൾ നോക്കിയാൽ മതി. വലാ തുസഇർ ഖദ്ദക ലിന്നാസ് വലാ തംശി ഫിൽ അർളി മറഹ. അതേപോലെ തന്നെ വലാ തംശി ഫിൽ അർളി മറഹ ഇന്നക ലൻ തഖ്രിഖൽ അർള വലൻ തബ്ലുഗൽ ജിബാല തൂല. അവിടെയൊക്കെ ഈഗോ ആണ്. ഈഗോ വർക്കൗട്ട് ചെയ്യുന്ന സംഗതിയായിട്ടാണ് ഖുർആൻ പറയുന്നത്. നിങ്ങളുടെ നടത്തം, നിങ്ങളുടെ ഗൗരവം, നിങ്ങളുടെ അഹംഭാവം അതൊക്കെ ഒന്ന് കുറച്ച് കളഞ്ഞ് മനുഷ്യന്മാരെ അവരുമായി മാന്യമായ രീതിയിൽ ഇടപഴകിക്കൊണ്ട് നിങ്ങൾ ജീവിക്കുക എന്നാണ്. ബത്തുറുൽ ഹഖ് വ ഗംതുന്നാസ് എന്ന കിബറിനെ കുറിച്ച് റസൂല് പറഞ്ഞില്ലേ, സത്യത്തെ അവഗണിക്കുകയും ജനങ്ങളെ ഇകഴ്ത്തുകയും ചെയ്യുക. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ. നീ ബോഡി ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഖുർആനിൽ എവിടെയൊക്കെ പരാമർശിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ആ വിഷയകമായി പഠിച്ചാൽ മനസ്സിലാക്കും. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഇനി ഈ പെരുമാറ്റത്തിൻ്റെ രീതി ഓരോരുത്തരുടേതും വ്യത്യസ്തമായ രീതിയായിരിക്കും എല്ലാവർക്കും ഉണ്ടാകുക. അതിന് നിങ്ങൾ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ആ പെരുമാറ്റ രീതിയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ മതി. രണ്ടാമത്തേത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മൂന്നാമത്തേത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ക്രൈസിസ് മാനേജ്മെൻറ്റ്, എന്തെങ്കിലും ഒരു ഗുരുതരമായ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടേണ്ടി വന്ന രംഗമുണ്ടെങ്കിൽ ഉടനെ ധൈര്യപൂർവ്വം ചെന്ന് അത് പരിഹരിക്കുന്ന ആളായിരുന്നു ആര്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എത്രയോ ഉദാഹരണങ്ങൾ അതില്ലേ. മതഭ്രഷ്ടരായ ആളുകൾ വന്നപ്പോൾ, അതേപോലെ തന്നെ കള്ളപ്രവാചകന്മാരുടെ കാര്യങ്ങൾ വന്നപ്പോൾ, പ്രവാചകൻ നിയോഗിക്കാൻ വേണ്ടി നിശ്ചയിച്ച ഒരു സൈന്യത്തെ നിയോഗിക്കുമ്പോൾ ആരാകണം സർവ്വസൈന്യാധിപൻ എന്ന ചർച്ച വന്നപ്പോൾ അവിടെയൊക്കെ ഇടപെടുകയാണ് കൃത്യമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓരോരോ സന്ദർഭങ്ങളിലും. എന്നാൽ ഇതേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മോള് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ എന്താണെന്നോ, വാപ്പാനെ ഇമാം നിർത്തണ്ടാന്ന്. എന്താ, വാപ്പ ഇമാം വന്നാൽ കരയും. അപ്പോൾ ഖുർആൻ പാരായണം കേൾക്കുന്നതും ഖുർആൻ ഓതുന്നത് പോലും തൻ്റെ ഇത്രയൊക്കെ ധീരത ഉണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല, നോക്കൂ, പ്രവാചകൻ മരിച്ചു എന്ന ആ വിവരമറിഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകൻ മരിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനത്തില്ല, ഔട്ട് ഓഫ് സ്റ്റേഷനാണ്. വിവരം അറിഞ്ഞിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരുമ്പോൾ അവിടെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കുറേ കാര്യങ്ങളാണ് കാണുന്നത്. റസൂലിൻ്റെ മയ്യത്തിൻ്റെ അരികിൽ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മാത്ത മുഹമ്മദ്,
മുഹമ്മദ് മരിച്ചിട്ടില്ല. വലാകിന്നഹു ദഹബ ഇലാ റബ്ബിഹി കമാ ദഹബ മൂസ ബിൻ ഇംറാൻ ഇലാ റബ്ബിഹി 40 ലൈല. മൂസാ നബി 40 ദിവസം പോയില്ലേ, അങ്ങനെ പോയതാണ് മുഹമ്മദ് നബി എന്നാണ് പറയുന്നത്. ഇത് സമ്മതിക്കുന്നില്ല. ആരെങ്കിലും മുഹമ്മദ് നബി മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മയ്യത്തിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ഈ പറയുന്നത്. വാളൂരി അവൻ്റെ തല ഞാൻ കൊയ്യുന്നാണ്. കാരണം പ്രവാചകന്റെ മരണം ഉൾക്കൊള്ളാൻ ആർക്ക് കഴിഞ്ഞിട്ടില്ലായിരുന്നു? ഉമർ റളിയല്ലാഹു കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇത് കേട്ടിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വന്നു. അദ്ദേഹം നബിയുടെ മുഖത്തു നിന്ന് തുണി നീക്കി മൂർധാവിൽ ഉമ്മ വെച്ചുകൊണ്ട് പറയുന്നു, ഇന്നക ദുഖ്തൽ മൗത യാ റസൂലല്ലാഹ് വലൻ തമൂത അബദ. നിങ്ങൾ മരണം രുചിച്ചിട്ടുണ്ട് റസൂലേ, ഒരിക്കലും മരിക്കാത്ത ലോകത്തേക്ക് നിങ്ങൾ യാത്രയാക്കിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖിനോട് നിർത്താൻ പറയാണ്, അല്ല ഉമർ റളിയല്ലാഹുവിനോട്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു പറയുന്നത്, മൻകാന യഅബുദു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറയുന്നത്, മൻകാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത് വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. മുഹമ്മദിനെ വല്ലതും ആരാധിക്കുന്നുണ്ടെങ്കിൽ മുഹമ്മദ് മരിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഒരിക്കലും മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സൂറ ആൽ ഇംറാനിലെ 144 ആയത്താണ്. അള്ളാഹു അവിടെ 144 പ്രഖ്യാപിച്ചു. ആയത്തിൻ്റെ നമ്പർ ഓർക്കാൻ ഞാൻ അങ്ങനെയാണ് മനസ്സിൽ കരുതിയത്, നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രം. ആ നേരത്തെ അള്ളാൻ്റെ 144 നേരത്തെ ഇറങ്ങിയത് തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പ്രഖ്യാപിക്കുകയാണ്, എന്താണ്? വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫഇൻ മാത ഔ ഖുതില ഖലബ്തും അലാ അഖാബികും വമൻ യൻഖലിബ് അലാ അഖിബൈഹി ഫലൻ യദുറല്ലാഹ ശൈഅ വസയജ്സില്ലാഹു ശാകിരിൻ. ഈ ഓരോ സംഗതികൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ജീവിതത്തിൽ. ഉമർ റളിയല്ലാഹു ആരായിരുന്നു? മക്കയിലെ അധോലോക നായകനായിരുന്നു അന്നിട്ടോ എന്ന് പറയാം, ചുരുക്കി പറയുകയാണെങ്കിൽ. അങ്ങനെയല്ല ഉമർ റളിയല്ലാഹുവിൻ്റെ മനസ്സ് എത്ര ലോലമായി ഈമാൻ മനസ്സിൽ വരുത്തിയ പരിവർത്തനങ്ങൾ ആലോചിച്ച് നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണെങ്കിലോ, അതേ ഒരിക്കൽ റസൂലുള്ളാഹി വീട്ടിലിരിക്കുന്നുണ്ട്, പ്രവാചകന്റെ തുണി കുറച്ച് നീങ്ങിപ്പോയിട്ടുണ്ട് കാലിൽ നിന്ന്. അബൂബക്കർ സിദ്ദീഖ് സലാം പറഞ്ഞു വരുന്നു, നബി അങ്ങനെ തന്നെ. ഉമർ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു വരുന്നു, അതേ അവസ്ഥയിൽ തന്നെയാണ് നബി. പിന്നെ വരുന്ന ആരാണ്? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സലാമും ഈ അനുവാദത്തിൻ്റെ ശബ്ദമൊക്കെ കേട്ടപ്പോൾ റസൂൽ എണീറ്റിരുന്ന് തുണിയൊക്കെ ശരിയാക്കി. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ കാണുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല നബിയെ, നിങ്ങൾ നേരത്തെ 2 സഹാബിമാരും വന്നപ്പോൾ, അബൂബക്കർ വന്നപ്പോൾ, ഉമർ റളിയല്ലാഹു അൻഹുമ അവരൊക്കെ വന്നപ്പോൾ തുണി നേരത്തെ ഉള്ള മാതിരി തന്നെയായിരുന്നു. ഉസ്മാൻ വന്നപ്പോൾ എന്തേ നിങ്ങൾ ഇങ്ങനെയത്? ഉസ്മാൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലജ്ജാശീലനായ ഒരാളാണ്. എന്നിൽ നിന്ന് അങ്ങനെയുള്ളൊരു അവസ്ഥ കാണുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. ലജ്ജ എന്ന സ്വഭാവം ഒരു മൂർത്ത രൂപത്തിൽ വന്നിരുന്നുവെങ്കിൽ അതാരാകുമായിരുന്നു? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നാണ്. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങളിലൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഒന്ന് കണ്ണോടിച്ച് പോകുക. ഖുർആൻ ഇങ്ങനെ ഓതുമ്പോഴും ഹദീസുകളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങൾ കൂടുതലായി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിഷയം വളരെ സമഗ്രമായി ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഡോക്ടർ മുസ്തഫ സാറിന് ഒരിക്കൽ കൂടി ശുക്ർ. അസ്സലാമു അലൈക്കും.